നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ ആശ മുത്താണ്. ആശ എന്ന് പറയുന്നത് Hit me! Your hands are free! So, you see, again, I became like Malayali, so emotional all the way. The story is nice. ഞങ്ങൾക്ക് തമ്മിൽ കൂടുതൽ കെമിസ്ട്രി ഉണ്ടായിരുന്നു. അതെ, I agree. ഇതിൽ എന്നെ അല്ലായിരുന്നു കണ്ടത്. എഴുതുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കാറില്ല. ഇപ്പം നമ്മളാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടല്ല. ദേവ് മഹേന്ദ്രൻ എന്ന ആ ക്യാരക്ടറിനെയാണ് ചിന്തിച്ചു പോകുന്നത്. നല്ല മനസ്സുള്ള ഒരു വില്ലനായിരുന്നു. നമ്മുടെ ഒരു നേറ്റിവിറ്റി കൂടി വേണമല്ലോ. ആ മ്യൂസിക്കും നമ്മളൊരു ഇന്റർനാഷണലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പം തലയുടെ മേലെ കൂടെ പോകുമ്പോൾ അപ്പൊ അതുകൊണ്ട് പ്ലാൻ ചെയ്തതാ ചണ്ടയും പരിപാടി. Hand of God. ദൈവത്തിന്റെ കരം. You know, when you see the whole project and everything, how everybody delivered, the time we spent being together, shooting that with the full commitment and dedication, you know, I'm happy, excited, emotional because there are many things on the big screen that I didn't see beforehand. So now when I see it, it makes me even more happy. So you see, again, I became like Malayali, so emotional all the way. No, it was like really emotional to see some scenes and everything. You know, it puts tears in the eyes because the story is nice. The story of the movie, the story behind it. I think that production and direction, especially with Vinit, they did a great job. They make it for us being so easy on a sets. It took us some time, but at the end, I think that they did a great job. So we try to do our best. Thank you very much, guys. Thank you. ബാബു എന്ന നടനെ സ്ക്രീനിൽ കണ്ടപ്പോ ഞാൻ സ്ക്രീനിൽ എന്നെ അല്ലായിരുന്നു കണ്ടത്. എഴുതുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കാറില്ല. ഇപ്പം നമ്മളാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടല്ല. ദേവ് മഹേന്ദ്രൻ എന്ന ആ ക്യാരക്ടറിനെയാണ് ചിന്തിച്ചു പോകുന്നത്. ഇത് ആൾക്കാർക്ക് വർക്കൗട്ട് ആവണം, ആൾക്കാർ കണക്ട് ആവണം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അതങ്ങനെ തന്നെ കിട്ടിയിട്ടുള്ളത് ഭയങ്കര സന്തോഷം. ഫുൾ ഫോറിൻ ഷോട്ട് ആയതുകൊണ്ടും ഓരോ വിഷ്വലി നമ്മൾ ഫോറിൻ ഇത് വരുമ്പോൾ നമുക്ക് നമ്മുടെ നാടിനോടൊരു റെസംബ്ലൻസ് വരണമല്ലോ. അപ്പോൾ അതിന് മ്യൂസിക്കിന് കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഷാനായിരുന്നു. അതിനകത്ത് ആ ചെണ്ട സാധനങ്ങൾ കൊണ്ടുവരും, എലമെന്റ്സ് കൊണ്ടുവരും, നാടിനോട് കൂടുതൽ അടുപ്പം തോന്നുന്ന രീതിയിലായിരുന്നു അതിനത് വർക്ക് ചെയ്തത്. ആദ്യം തന്നെ ഈ കഥയായിട്ട് വിനീതേട്ടൻ എന്തായിരുന്നു പറയാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് ചെയ്യണമെന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒക്കെ ഒരു വർഷം കാത്തിരിക്കാൻ പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടായിരുന്നു ശരിക്കും? അല്ല, വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ഷൂട്ട് തുടങ്ങിയിട്ടില്ലായിരുന്നു ആ സമയത്ത് വിനീതോട് റാൻഡംലി ഞാൻ ഈ കഥ പറഞ്ഞില്ല. അഭിപ്രായം എന്നുള്ള രീതിയിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൻ ഈ സാധനത്തിനെ കുറിച്ച് പിന്നെ ബാക്കി ഫോർവേഡ് ചെയ്ത് വരുന്നത്. ശരിക്കും ബാബുരാജിൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ കാണാനായിട്ട്. അപ്പം സെക്കൻഡ് ഹാഫാണ് എല്ലാവരും നന്നായിട്ട് എൻഗേജിങ് ആയിട്ട് പിടിച്ചിരുത്തിയത്. അപ്പോൾ അതൊക്കെ എന്താണ് ആ കാസ്റ്റിങ്ങിൻ്റെ ഇതിൽ ഇടപെട്ടായിരുന്നു? പിന്നെ കാസ്റ്റിംഗ് തീർച്ചയായും ഞാൻ പറഞ്ഞില്ല, തുടക്കം തൊട്ട് ഇത് തുടങ്ങിയപ്പോൾ ഇത് 4 വർഷം മുന്നേ ഞാൻ എഴുതിയ കഥയായിരുന്നു. 4 വർഷത്തിന് മുന്നേ എഴുതിയിട്ട് വിനീതിനോട് ഞാനിത് പറയുന്നത് എനിക്കൊന്ന് 2 വർഷം മുന്നേ ഏതാണ്ട് ഈ കഥ പറയുന്നത്. പിന്നെ അവിടുന്ന് പ്രോഗ്രസ് ചെയ്ത് കയറിയതാണ്. അപ്പോൾ കാസ്റ്റിംഗ് തൊട്ട് എല്ലാ ഓരോ കോർണറിലും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഫൈനൽ ക്യൂബ് ചെക്കിന് അടക്കം. വിനീതേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ ഇവിടെ? ഭയങ്കര തീർച്ചയായും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. വിനീത് ഇവിടെ ഉണ്ടായിരുന്നു ആഗ്രഹിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടും. കാരണം അവനും ഇതൊന്ന് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം തിര കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനത്തെ ഒരു പടം ചെയ്ത് കഴിയുമ്പോഴത്തേന് അവന് തന്നെ കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ കിട്ടുന്നത് തീർച്ചയായും തിരയിൽ നിന്ന് എൻ്റയർലി ഡിഫറെന്റ് ആണ് ഈ ഒരു സിനിമ. പക്ഷെ എന്നാലും തിരക്ക് ശേഷം നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ് വിനീതേട്ടൻ്റെ ഒരു ജോണർ ഷിഫ്റ്റ്. അതെ, ത്രില്ലർ ഷിഫ്റ്റ് ആഗ്രഹിച്ച പോലെ തന്നെ. പക്ഷേ ഇതിനകത്ത് തിരയുടെ ജോണറേ അല്ല, ഇതിനകത്ത് വേറെ എലമെന്റ്സ് ചേർത്തേക്കുന്നതുകൊണ്ട് ആൾക്കാർ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു എന്ന് ഉദ്ദേശിക്കുന്നു. നല്ല മനസ്സുള്ള ഒരു വില്ലനായിരുന്നു. അല്ലല്ല, നല്ല മനസ്സുള്ള വില്ലനല്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. സന്തോഷം, വളരെ സന്തോഷം. ആക്ഷൻ കുറച്ച് വെയിറ്റ് ചെയ്ത് നമ്മൾ ചെയ്തൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് വിചാരിച്ചത് നല്ലോണം സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഒരു 3-4 ഡേയ്സ് എടുത്ത് ഷൂട്ട് ചെയ്തതാണ്. സോ ഐ തിങ്ക് അത് വർക്ക് ആയിട്ടുണ്ടാകുന്ന ഞാൻ വിചാരിക്കും. വിനീതേട്ടൻ എങ്ങനെയാ കണ്ടെത്തി? പുതിയ അന്വേഷിപ്പിൻ കണ്ടെത്തലുണ്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി ഉണ്ട്. അപ്പം അതിന് മുൻപേ ഒക്കെ ഈ സിനിമ നടക്കുന്നുണ്ടല്ലോ. വിനീതേട്ടനായിട്ട് ബേസിക്കലി ഞാൻ ഹൃദയത്തിൻ്റെ ഓഡിഷൻ ചെയ്തിട്ടാണ് ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡിഷൻ. പക്ഷേ എനിക്ക് വേറെ കുറച്ച് പരിപാടി സെറ്റാവാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല അന്ന് വിനീതേട്ടൻ. അപ്പോൾ അന്നേ വിനീതേട്ടൻ എന്തായാലും നമുക്ക് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആഫ്റ്റർ 3 years ഞാൻ ഓഫീസറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചാണ്. ബട്ട് അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. വിനീതേട്ടന് എനിക്ക് കുറച്ച് മുമ്പേ അറിയാം, ഈ ഹൃദയത്തിൻ്റെ ഓഡിഷൻ വെച്ചിട്ട് അറിയാം. ബട്ട് അത് കഴിഞ്ഞിട്ടാണ് വന്നത്. നമ്മുടെ ഇവാൻ നോക്കോവിച്ചായിട്ടുള്ള എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഫ്രണ്ട്ഷിപ്പ് സൂപ്പറായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പടത്തിൽ ഏറ്റവും അധികം എൻജോയ് ചെയ്തത് ഇവാൻ്റെ ഒരു ഇതിലാണ്. ഈസ് ഓൾറെഡി ടോൾ ആൻഡ് എനിക്ക് തോന്നുന്നൊരു ഭയങ്കര ഇൻറ്റിമിഡേറ്റിംഗ് സംഭവമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഞാൻ ജോർജിയിൽ ഇവാൻ്റെ കൂടെ. ബട്ട് വാസ് വർത്ത് ഇറ്റ്. പുള്ളി വെറുതെ അല്ല ആശാൻ എന്ന പേരിൽ ഇവിടെ അറിയപ്പെടുന്നത്. സോ ഫാന്റാസ്റ്റിക്. കളി മാത്രമല്ല, ഇതും വഴങ്ങും, അദ്ദേഹത്തിന് എല്ലാം വഴങ്ങും. ഐ മീൻ പുള്ളിക്ക് ഒരു സകലകലാ വല്ലഭനായിട്ടുള്ള സംഭവമാണ്. നോളജ് ഉണ്ട്, എല്ലാ കൾച്ചേഴ്സിനെ കുറിച്ചും അറിയാം, എല്ലാ തരത്തിലും പല ആഡ് ലീഡർഷിപ്പ്. ഐ മീൻ ഈസ് എ ടോട്ടൽ ഗെയിം ചേഞ്ചർ. സോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്കാരനോട് കുറച്ച് സമയം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ. ഭാഷയൊക്കെ സംസാരിക്കുന്ന ഭയങ്കര രസമായിരുന്നു. അതെനിക്ക് ഐ ഹോപ്പ് സോ. അതെനിക്ക് പേടിയായിരുന്നു കുറച്ച് ഓവറാവുന്നു. ബട്ട്
താങ്ക് യു സുഹൃത്തെ. അപ്പൊ നമ്മുടെ കരത്തിലെ നായികമാരാണ്, അസലായിട്ട് അഭിനയിച്ചു, നന്നായിട്ട് വെടിവെക്കുകയൊക്കെ ചെയ്തു. ഞാൻ പഠിച്ചിരുന്നോ തോക്കെടുത്തിട്ട്? കിട്ടിയ ഓപ്പർച്യൂണിറ്റി എടുത്ത് ഷൂട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ലൈക്ക് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഷൂട്ടിംഗ് ഡേയ്സ് മിസ് ചെയ്യുമായിരുന്നു. മെമ്മറീസ് തിരിച്ചു പോകുമായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. സന്തോഷം. രണ്ടുപേരും എന്താ പറയാ, സിനിമയിൽ നമ്മളൊന്നും സ്പോയിലർ ആക്കുന്നില്ല, അതുകൊണ്ടാണ് ക്യാരക്ടറിനെ കുറിച്ചൊന്നും അധികം പറയാത്തത്. പടം കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ കെമിസ്ട്രി എന്തായിരുന്നു. അല്ലേ, അത് പോയി കാണുമ്പോഴേക്കും മനസ്സിലാവും. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര നല്ല ക്രൂ ആയിരുന്നു. ടീം ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ നല്ല ടീമാണെങ്കിൽ ജോർജിയ പോയി അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസും ഭയങ്കര നല്ലതായിരുന്നു. അപ്പം വി മിസ് ദാറ്റ് genuinely miss that. And I hope you guys will enjoy the movie. Total shoot ഒരു 40 ഡേയ്സ് ഉണ്ടായിരുന്നു. നമുക്കൊരു 1 month. കോവിച്ചുമായിട്ട് നിങ്ങൾക്കാണ് ഭയങ്കര കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻകൈ? ആശ മുത്താണ്. ആശ എന്ന് പറയുന്നത് നമുക്ക് മോട്ടിവേഷൻ തന്നത്. എന്താ പറയുക, നമ്മൾ കണ്ടിരിക്കുന്ന ജെന്യുവൻ ഹ്യൂമൻ ബീങ്സ് എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഭയങ്കര ഇഷ്ടം മലയാളികളാണ്. ഒരു സംശയമില്ല, മലയാളികൾക്ക് പുള്ളിയോട് ഇത്ര ആരാധന നമ്മുടെ പുള്ളിക്ക് മലയാളികളെ അത്രയും ഇഷ്ടമാണ്. ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. മലയാളത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടോ? പറയുന്നുണ്ട്, നല്ലപോലെ മലയാളം പറയുകയും ചെയ്യും. ഹി ലവ്സ് ബീങ്, എന്താ പറയുന്നത്, ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാനൊക്കെ. ഇറ്റ്സ് എ വെരി നൈസ് പേഴ്സൺ. സോ പുള്ളിയുടെ പോയി എടുക്കണം കേട്ടോ. അപ്പോൾ വിനീതേട്ടനെ ഇപ്പോൾ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവും. വിനീതേട്ടൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ, അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഒരു ഭാഗ്യം ലഭിച്ചു അങ്ങനെ വിനീതേട്ടൻ്റെ പടത്തിൽ? ഭയങ്കര ഒരു വലിയ ഭാഗ്യമായിരുന്നു. ലൈക്ക് ദ ബെസ്റ്റ് പാർട്ട് വാസ് എപ്പോഴും ഹി മെയ്ഡ് മീ കംഫർട്ടബിൾ. ലൈക്ക് നമ്മളെല്ലാവരും ഹി മെയ്ഡ് അസ് കംഫർട്ടബിൾ. അപ്പോൾ ഭയങ്കര സെറിയൽ മൊമെന്റ്സ് ആയിരുന്നു ആക്ച്വലി. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും നോബലിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് നല്ല. അദ്ദേഹം തന്നെയാണ് രചിച്ചത് ഈ ഒരു സിനിമ. എന്തോ ഇത് സ്ക്രിപ്റ്റ് എഴുതിയത് അദ്ദേഹം തന്നെയാണ്. ശരിക്കും വെച്ചാൽ ഹി വർക്ക് വെരി ഹാർഡ് ഫോർ ദിസ് മൂവി. ഇതിപ്പം സ്റ്റണ്ടിൻ്റെ ആണെങ്കിലും ട്രെയിനിങ്ങിൻ്റെ ആണെങ്കിലും ട്രെയിൻ ഫോർ മോർ ദാൻ എ ഇയർ ഫോർ ദിസ് മൂവി. ലോട്ട് ഓഫ് എഫേർട്ട്. ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. ഭയങ്കര സോ ദ ഹോൾ ടീം നമ്മളിപ്പോൾ അന്ന് ഷൂട്ടിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ബിക്കോസ് വി ബോത്ത് ആർ വെരി ന്യൂ. കലാഭവൻ ഷാജോൺ ചേട്ടനും ബാബുരാജ് ചേട്ടനും അവർ ഭയങ്കര സീരിയസ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു അവർ? എന്തൊക്കെ പറഞ്ഞു? എനിക്ക് ഷാജോൺ ചേട്ടനായിട്ടാണ് സീൻസ് ഉണ്ടായിരുന്നത്. ഷാജോൺ ചേട്ടനായിട്ട് സീൻസ് ഉണ്ടായിരുന്നത്. ഓ ഹി വാസ് അടിപൊളി. നമ്മൾ വരുമ്പോൾ തന്നെ ഭയങ്കര കോമഡി ആയിട്ട് നമ്മളിപ്പോൾ ടെൻഷനായിട്ട് വന്ന് ഫുൾ ചിൽച്ചിലാക്കി നമ്മളെ ഫുൾ സെറ്റാക്കി ഭയങ്കര അടിപൊളിയായിരുന്നു വർക്ക് ചെയ്യാൻ. ആൻഡ് സച്ച് ലെജൻസ് ലൈക്ക് അവർ അഭിനയിക്കുന്ന ലൈക്ക് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എന്ത് രസമാണ്. ബാബുരാജ് ചേട്ടനെ കുറിച്ച് പറയാണ്. ബാബുരാജ് ഈസ് എ വെരി ഫണി പേഴ്സൺ. ഭയങ്കര ഇപ്പം അത്രയും സീനിയേഴ്സ് ആയിട്ട് നമ്മളെ ഒരിക്കലും അങ്ങനെ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ ആക്കിയിട്ടില്ല. ദേ നെവർ ലൈക്ക് ഷാജൻ ചേട്ടൻ. കൂടുതൽ കോമ്പിനേഷൻ ഷാജൻ ചേട്ടനായിട്ടായിരുന്നു. ഷാജൻ ചേട്ടനൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്രയും സീനിയറാണ്. നമ്മൾ ഷാജൻ ചേട്ടൻ നമ്മളെന്ത് കംഫർട്ടബിൾ ആക്കുമെന്ന് അറിയാം. മുത്താണ് ഷാജൻ ചേട്ടൻ. എന്നിട്ട് ഇപ്പം ആ പാട്ട് സീൻസിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ചിരിക്കുന്ന പോലെ ഷാജൻ ചേട്ടൻ അവിടെ നിന്ന് ഓരോ വിട്ടു പറയുന്നില്ല. അപ്പം പിന്നെ അവർ ചെയ്യുന്ന പെർഫോമൻസ് കാണുമ്പോഴാണ് നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അവർ ഇങ്ങനെ സ്പ്ലിറ്റ് സെക്കൻഡ്സിലാണ് അവർ അഭിനയിക്കുന്നു. ആ ഒരു ഷോട്ട് പറയുമ്പോൾ ദ വേ ദ ചേഞ്ച് ദി ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ വി ഹാവ് ടു ലേൺ ഹൗ ടു ഡു ദാറ്റ് എന്നുള്ളത്. അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. പാട്ട് പാടിയിട്ടുണ്ട്, തീരാതെ നീളുന്നത്. തുടക്കവും ഇൻ്റർവെല്ലിനും ഫിലിമിൻ്റെ ക്ലൈമാക്സിലും ഒക്കെ അത് ഉപയോഗിച്ചതിൽ ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക്സ് ടു വിനീതേട്ടൻ, ഷാനിക്ക. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര വ്യത്യസ്തമാണ്. കാരണം നമ്മുടെ ചെണ്ടമണി നമ്മുടെ കേരളത്തിന്റെ ഒരു ഇതും കൂടി വന്നിട്ടുണ്ട്. അതൊക്കെ ഷാനിക്കാന്റെ മാജിക് ആണത്. ഷാനിക്കാന്റെ മ്യൂസിക്കിൽ ഒത്തിരി സന്തോഷം അതിൽ പാടാൻ പറ്റിയില്ല. അതെ 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 ഭയങ്കര രസമാണ്. കാരണം വിനീതേട്ടൻ്റെ ഒരു മറ്റൊരു ജോണർ ഷിഫ്റ്റ് വരുന്നതും ഷാനിക്കാന്റെ മ്യൂസിക്കിൽ അങ്ങനത്തെ ഒരു പരിപാടി വരുന്നത് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ നോബിളേട്ടൻ്റെ ഒരു ഫുൾ ത്രൂ ഔട്ട് ഫിലിമാണ്. അപ്പോൾ നോബിളേട്ടനും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മുൻ കോച്ച് ഇവാൻ നോക്കോവിച്ച്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി അടിപൊളി, ഗംഭീരം ഗംഭീരം. താങ്ക് യു. നല്ലതായിരുന്നു. നല്ല മ്യൂസിക് ആയിരുന്നു. അല്ല എങ്ങനെയാ ഒരു എന്താ പറയാ, നമ്മളത് സ്പോയിലർ ആയാലും എന്നാലും ചെണ്ടമേളൊക്കെ ഉൾപ്പെടെ നല്ല രസമുണ്ടായിരുന്നു. അല്ല അത് നമ്മൾ മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം ഫുൾ വെളിയിൽ നിന്ന് ഷൂട്ട് ചെയ്ത ഒരു പടം ആയതുകൊണ്ട് നമ്മുടെ ഒരു നേറ്റിവിറ്റി കൂടി വേണമല്ലോ. ആ മ്യൂസിക്കും നമ്മളൊരു ഇന്റർനാഷണലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പം തലയുടെ മേലെ കൂടെ പോകുമ്പോൾ അപ്പൊ അതുകൊണ്ട് പ്ലാൻ ചെയ്തതാ ചെണ്ടയും പരിപാടി. കേരളത്തിന്റെ ഒരു ടച്ച് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഭയങ്കര. ഞാൻ വിറയ്ക്കുക. കാരണം എനിക്ക് കുറെ നാളെ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട്. അപ്പൊ അതുകൊണ്ട് വിനീത് ഇവിടെ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമാണ്. നമുക്കിത് തിരയായിട്ട് ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് വേറെ തന്നെ ഒരു പടമാണ്.
വേറെ തന്നെ ഒരു സബ്ജക്റ്റുമാണ് നമ്മൾ ഡീൽ ചെയ്യണേ. അപ്പം എല്ലാവരും പോയിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയാം. കാരണം നമുക്കൊക്കെ ജഡ്ജ്മെന്റ് പോയി കിടക്കാണ്. ഫുൾ കണ്ടിന്യൂസ്ലി കണ്ട് ജഡ്ജ്മെന്റ് പോയി കിടക്കുമ്പോൾ അങ്ങനെ ഇനി നിങ്ങളാണ് പറയേണ്ടത്. ഓക്കെ, ഞാൻ അവനോട് പറഞ്ഞു ഇതും കണ്ടിട്ട് ആരെങ്കിലും പാസ് എന്ന് പറഞ്ഞ് വരട്ടെ, എൻ്റെ അടുത്തേക്ക് വിടുമെന്ന് പറഞ്ഞു. നമ്മളത് ആക്ച്വലി വേറൊരു രീതിയിലാണ് ഇത് മ്യൂസിക് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ലൈവ് കംപ്ലീറ്റ് എടുത്തിട്ടാണ് പ്രോഗ്രാമിങ്ങിന് ഇരുന്നത്. അപ്പം അങ്ങനെ ഒരു റിവേഴ്സ് പരിപാടിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം വർക്കായി, അതാണ് സന്തോഷം. താങ്ക് യു. പിന്നെ വിനീതായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ടച്ചുള്ള സിനിമകളാണ് അധികം ചെയ്യുന്നത്, അതിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അവന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം എന്താ പറയുക, കോച്ചൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ? കണ്ടപ്പോൾ എന്തോ തോന്നി വില്ലനായിട്ട്? അടിപൊളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് മ്യൂസിക് ഇല്ലാതെയാണല്ലോ ഇത് കാണുന്നത്. അപ്പോഴേ ഞാൻ ഇങ്ങനെ അഭിനയിക്കാനൊക്കെ അറിയുമെന്നൊക്കെ ഞാനിങ്ങനെ അടിപൊളിയായിരുന്നു. ആർട്ട് ടീംസ് ആണ്. ആർട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഈ സിനിമയിൽ? ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ പ്രീ പ്ലാനിങ് ഉണ്ട് ഈ പടത്തിന് വേണ്ടി. ഏകദേശം ഒരു 2 വർഷമായിട്ട് വിനീത് സാറും എല്ലാവരും കഥയിലൂടെയും അതിൻ്റെ ലൊക്കേഷനിലൂടെയൊക്കെ ഒരുപാട് യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങളൊക്കെ എത്തിച്ചേരുന്നത്. എല്ലാവരും വളരെ എഫർട്ട് എടുത്താണ് ഈ മൂവി എടുത്തത്. അപ്പോൾ അത് തീർച്ചയായും പ്രേക്ഷകരും ആ രീതിയിൽ കൈനീട്ടി സ്വീകരിക്കും. ഇനി ഇന്ത്യക്ക് പുറത്താണ് ഇത് മൊത്തം, അതുകൊണ്ട് കേരളത്തിൽ ഒരേ ഒരു ദിവസം മാത്രമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ജോർജിയയിലായിരുന്നു. പിന്നെ ഷിംലയിൽ ഒരു 6 days ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഷെഡ്യൂളൊക്കെ. അപ്പം മൊത്തം എന്താ പറയുക, സിനിമ മൊത്തം രാജ്യം മൊത്തം കറങ്ങി. അതെ. പിന്നെ അതിനേക്കാളും വളരെ നമുക്കൊരു ഒരു വിനീത് സാറിൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. മലയാളികളുടെ ഒരു ഇഷ്ട സംവിധായകൻ എന്നുള്ള രീതിക്ക് നമുക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പുള്ളിയുടെ ഐഡിയ എല്ലാം ഈ സ്ക്രീനിലും നമുക്ക് അതുപോലെ വന്നിട്ടുണ്ടോ? വിനീതേട്ടൻ ആദ്യം വിളിക്കുമ്പോൾ എന്താ തോന്നിയത്, ഇങ്ങനെ ആർട്ട് ഡയറക്ഷൻ ചെയ്യാൻ? ഭയങ്കര സന്തോഷം തോന്നി. കാരണം എല്ലാവരും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ആ ഒരു അവസരം തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനു മുൻപ് ഏതൊക്കെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്? ഇതിനു മുമ്പ് പ്രേമലു, പിന്നെ അതിൽ അസോസിയേറ്റ് ആയിരുന്നു. കോളാമ്പി എന്ന് പറയുന്ന മൂവിയിലെ ആ ഡയറക്ടറാണ്.